കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രത്യേക സത്യവാങ്മൂലം നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. കേരളത്തിന്റെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ കേരളത്തിന്റെ ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പ്രത്യേക സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിന്റെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും കേരളത്തിലെ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ കോടതിയുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു അടിയന്തര ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ ഈ ഒരു സത്യവാങ്മൂലം നൽകാനുള്ള നിർദ്ദേശമാണ് ഇത് സംബന്ധിച്ച ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. അതായത് തൽസ്ഥിതി അടക്കം ഈ ഫോം വിതരണം അടക്കം അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് നടപടികളടക്കം SIRന്റെ തൽസ്ഥിതി എന്താണ് എന്നുള്ള ഒരു റിപ്പോർട്ട് അടക്കമുള്ള ഒരു സത്യവാങ്മൂലം വിശദമായി തന്നെ നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തിങ്കളാഴ്ചക്കകം നൽകണം. 2-ാം തീയതി അതായത് ചൊവ്വാഴ്ചയായിരിക്കും ഇനി ഈ ഹർജി കേരളം സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അടക്കം നൽകിയ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുക. അന്നായിരിക്കും ഇക്കാര്യത്തിൽ ഒരു കേരളത്തിൻ്റെ സാഹചര്യം അടക്കം പരിശോധിക്കുക, അല്ലെങ്കിൽ ഒരു വിധി അടക്കം അല്ലെങ്കിൽ ഒരു ഇടപെടലിൻ്റെ കാര്യമൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. ഏതായാലും ഇന്നിപ്പോൾ ഈ കേരളത്തിൻ്റെ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് പരിഗണിച്ചത് പുതുച്ചേരി ഈ SIRനെതിരെ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയാണ് ആദ്യം പരിഗണിച്ചത്. അപ്പോൾ ഈ പുതുച്ചേരിയിലെ ഹർജിക്കാർ കേരളത്തിൻ്റെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് കേരളത്തിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അതായത് അവിടെ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ് കേരളത്തിൻ്റേത് എന്ന കാര്യം അവിടെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പിന്നീടാണ് കേരളത്തിൻ്റെ ഈ ഹർജി കൂടി വന്നത്. ആ ഹർജിയിൽ കേരളത്തിൻ്റെ അഭിഭാഷകൻ കപിൽ സിബലും കേരളത്തിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ച് പ്രത്യേകിച്ച് BLOമാരടക്കം വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ കൂടി നടക്കുന്നതിനിടയിലുള്ള ഈ SIR നടപടികളെ തുടർന്ന് അവർ വലിയ സമ്മർദ്ദത്തിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നേരത്തെ ഹൈക്കോടതിയിൽ കേസ് വന്ന സാഹചര്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ച നടപടി അല്ലെങ്കിൽ നിലപാട് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കില്ല എന്നുള്ളതായിരുന്നു എന്നാണ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ള കാര്യവും കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് വിശദമായൊരു സത്യവാങ്മൂലം സമർപ്പിക്കാനായി ഇപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പുറമെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഈ സത്യവാങ്മൂലം നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ചക്കകം നൽകണം. 2-ാം തീയതിയായിരിക്കും ഈ കേസ് പരിഗണിക്കുക. ആദ്യം 9-ന് ശേഷം കേസ് പരിഗണിക്കാമെന്നുള്ള ഒരു കാര്യമാണ് കോടതി പറഞ്ഞത്. പക്ഷേ 8-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച ആദ്യ കരട് വോട്ടർ പട്ടിക SIRന് ശേഷം പുറത്തേക്ക് ഇറക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലേക്ക് പോകുന്നത് പ്രശ്നമാകും എന്നുള്ളത് കേരളം ചൂണ്ടിക്കാണിച്ചു. അങ്ങനെയാണ് 2-ാം തീയതി ഇപ്പോൾ ഹർജി പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അന്ന് വിശദമായ സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയും ചെയ്യണം. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തുടരുന്നതിന് തടസ്സമില്ലെന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ കോടതി സ്റ്റേ അനുവദിച്ചില്ല. കേരളത്തിന്റെ കേസ് ഡിസംബർ 2-ന് പരിഗണിക്കും. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.